എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ആത്മസഹോ സിനിമ ടീമിൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ ആത്മസഹോ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഈ വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ റിലീസ്. സിനിമ കണ്ടവരൊക്കെ തന്നെ വളരെ നല്ല റിവ്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ബഹുഭൂരിപക്ഷം സിനിമകളും തിയേറ്ററിൽ വരുന്നത് ദി അൾട്ടിമേറ്റ് വയലന്റ് മൂവി എന്നുള്ളൊരു ടാഗ് ലൈനോടെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് തിയേറ്ററിൽ പോകുവാനോ സിനിമ കാണുവാനോ ആസ്വദിക്കാനും ഒന്നും സാധിക്കാത്തൊരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ മലയാള സിനിമയിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉള്ളു തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും ഉതകുന്ന ഒരു സിനിമ എന്ന ഖ്യാതി നമ്മുടെ ആത്മസഹോ പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനും ഒപ്പം മറ്റ് ചില്ലറ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. ഇതൊരു ക്ലീൻ ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ സംസാരിക്കും. ഇന്നത്തെ ഈ പ്രസ് മീറ്റിലെ പാർട്ടിസിപ്പൻസിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യുകയും ഒപ്പം ഇതിൽ നായക തുല്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എൻ്റെ വലതുവശത്തിരിക്കുന്ന മിസ്റ്റർ ഗോപു കിരൺ സദാശിവൻ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒപ്പം നായിക തുല്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഗോപുവിൻ്റെ വൈഫ് മിസ്സിസ് ആഷിൻ കിരണാണ്. ഇവര് രണ്ടുപേരും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആണ്. ചെന്നൈ സെറ്റിൽഡ് ആണ്. എനിക്ക് തോന്നുന്നു നർത്തക ദമ്പതികൾ, അതിൽ ഒരാൾ സംവിധാനവും ഒരാൾ നിർമ്മാണവും, രണ്ടുപേരും നായകരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇതില് ഒരു കോമഡി ഫ്ലേവർ ഉള്ള ഒരു കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ അരിസ്റ്റോ സുരേഷാണ്. ഇതില് ലിറിക്സും ഒപ്പം ഡയലോഗ്സും എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ ശ്രീ സിനു സാഗർ. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് അപർണ. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേവു മറവിലാണ്. അപ്പോൾ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഗോപു ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഫിലിം റിലീസ് ചെയ്തത്. ഒരുപാട് ക്രീം ഓഫ് ആർട്ടിസ്റ്റ് ഉള്ള, അതായത് ബിഗ് സ്ക്രീനെന്നോ സ്മോൾ സ്ക്രീനെന്നോ ഭേദമന്യേ, കാരണം ഇപ്പം അറിയാമല്ലോ, കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്മോൾ സ്ക്രീനിൽ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണെന്ന് ഒരു വേർതിരിവുള്ള സിറ്റുവേഷനിൽ ഞങ്ങൾ അതിനൊന്നും ചിന്തിക്കാണ്ട് ഞങ്ങൾ ആ കഥാപാത്രം മികച്ചതാക്കാൻ ആർക്ക് സാധിക്കും എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഇതിനകത്ത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ചെറിയ സിനിമയാണെങ്കിൽ കൂടെ ഒരു എല്ലാവർക്കും വളരെ പരിചിതരായി ഉള്ള, അതുപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആണ് അഭിനയിച്ചിരിക്കുന്നത്. അത് സിനിമ കാണുമ്പോഴറിയാം. അത് വളരെ പിന്നെ പ്രധാനപ്പെട്ട അജയേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു നായക തുല്യ കഥാപാത്രം എന്ന് പറയുന്നില്ല. ഇതിനകത്ത് രജി പണിക്കർ സാറാണ് ഇതിൻ്റെ മെയിൻ ലീഡ് എന്ന് പറയണം, കാരണം സീനിയർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം മാത്രമല്ല, ഈ സിനിമയിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും വന്ന് അഭിനയിച്ചിട്ടുള്ളവർക്ക് അത്രയും സ്ക്രീൻ സ്പേസും അവർ രജിസ്റ്റർ ആവുന്ന, അതായത് വന്നു പോയി എന്ന് പറയാൻ പറ്റത്തില്ല, രജിസ്റ്റർ ആവുന്ന രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും ഈ സിനിമയിലുള്ളത്. പിന്നെ 2 നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് പാട്ടുകൾ എടുത്തിരിക്കുന്നത്. റോണി റാഫേലാണ് ചെയ്തിരിക്കുന്നത്. സിനു സഗറാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഫുൾ കോമഡി എൻ്റർടൈനർ. അത് മാത്രമല്ല, നമുക്ക് ഇന്നിപ്പം റിലേഷൻഷിപ്പ്, അതായത് അച്ഛനമ്മ, മകൻ,
സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഒരു ബോണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെയും കൂടെ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അത്. വന്നിട്ട് ഇപ്പോൾ ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു യോയോ മൂവി എന്നുള്ള കാറ്റഗറി അല്ല, പക്ഷെ ഒരു കലാമൂല്യമുള്ള, അതുപോലെ കുടുംബ ബന്ധങ്ങളെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ മൂവിയാണ് ആത്മസഹോ. അതുകൊണ്ടാണ് ആത്മസഹോ എന്നിരിക്കുന്നത്. സഹോ എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിൽ, ഈ സിനിമയിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിനും മികച്ചതാക്കാൻ ഓരോ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അത് എല്ലാവരും ഈ സിനിമ കാണണം. കാരണം നിറയെ നാളുകൾക്ക് ശേഷം ഒരു ഒരു സ്ട്രെസ് ഫ്രീ മൂവി ആയിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജനറൽ റിവ്യൂസ് വന്നത് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ സംതൃപ്തരാണ്. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ആത്മസഭ എല്ലാ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. കണ്ടവർക്കെല്ലാം വളരെ സന്തോഷത്തോടെ അവർ ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഇപ്പം സിനിമയാണ് എല്ലാത്തിനും കാരണമെന്ന് വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം തീർച്ചയായും വിമർശിക്കുന്നവർ തീർച്ചയായിട്ടും ആത്മസഭ കാണണം. ബന്ധങ്ങളുടെ കഥ പറയുന്നു, ഈ പറഞ്ഞ പോലെ നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥ പറയുന്നു, എങ്ങനെയായിരിക്കണം എന്നുള്ള എല്ലാം ഒരു തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ ഒരു മോറൽ അതിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഥകളും വരണം. ചെറിയ നമ്മുടെ ഒരു ചെറിയൊരു മൂവിയാണ് ഇതിൽ പോലും പലരെയും അത് കണ്ടവർക്കൊക്കെ ഒത്തിരി അത് മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പല മൂമെൻറ്റ്സും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ വന്നാലാണ് നമുക്ക് ഇപ്പം ബന്ധങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൂല്യം നമുക്ക് ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കാൻ കഴിയുള്ളൂ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് നിങ്ങൾ ഇത് അഭിപ്രായം പറയണം. ആത്മസഹോദരി വലിയ പടം ആണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരു ചെറിയ സിനിമ, കുടുംബ സമേതം ഒരു 2-2.5 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എന്താ പറയുക, പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ആചാരങ്ങൾ, മരണത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ, മരണത്തിന് ശേഷം ആത്മാവിൻ്റെ മോക്ഷം, അങ്ങനെ ഒരുപാട് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പോലും തമാശയിൽ കൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. എല്ലാവരും ഈ സിനിമ കാണണം. സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയാസിൻ്റെ വളരെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കാര്യം ഒരുപാട് പൈസ മുടക്കി ഒരു പ്രൊമോഷൻ അതിൻ്റെ പരിശോധന നടത്താൻ പാവപ്പെട്ട പ്രൊഡ്യൂസർക്ക് നിവൃത്തിയില്ല. പത്രക്കാർ സഹായത്തിൻ്റെ ഇത് പ്രധാനമായിട്ട് വേണം. ഈ സിനിമ ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം വേണം. നമസ്കാരം. എന്നെ സംബന്ധിച്ച് ആത്മസഹോ എന്ന സിനിമ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സംഭാഷണ രചനയ്ക്കായിട്ട് വന്ന എനിക്ക് അവിചാരിതമായിട്ടാണ് 2 പാട്ട് കൂടി കിട്ടിയത്. അതെന്തായാലും ജനങ്ങൾ ഹൃദയത്തിലേറ്റത്. കാര്യം ഇപ്പം എൻ്റെ അടുത്ത് എനിക്ക് വന്ന കുറേ കമൻസ് ഉണ്ട്. നേരിട്ട് പറഞ്ഞ് ഒറ്റ കേസേ ഉള്ളൂ. പഴയ കാലങ്ങളിൽ കേട്ട് മറന്നുപോയ പാട്ടുകൾ പുനർജനിക്കണം, അതിന് ഈ പാട്ട് ഉതകും. അതാണ് ഏറ്റവും കിട്ടിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. കാര്യം ഇപ്പോഴുള്ള പാട്ടുകൾ ആരും, നമ്മളൊരു ഉത്സവ പറമ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ പഴയ കാലത്തെ പാട്ടല്ലാതെ ഏതെങ്കിലും ഉത്സവ പറമ്പിൽ പുതിയ കാലത്തെ പാട്ട് കേൾപ്പിച്ചു തരാൻ പറ്റും? ആരും ഇടുന്നില്ല, മൈക്ക് സെറ്റിൽ പോലും ഇടുന്നില്ല. കാര്യം ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള പാട്ടുകൾ അതാണ്. പിന്നെ ഈ ആത്മസഭയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു സംഭവം, ഇതിനകത്ത് നാടക ആർട്ടിസ്റ്റുകളുണ്ട്, സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്, ഫിലിം ആർട്ടിസ്റ്റുകളുണ്ട്. എന്തിനാണ് ഈ നടീനടന്മാരെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? എല്ലാവരും, ഞാൻ പറഞ്ഞ ഇന്ന് സിനിമയിലും നിൽക്കുന്ന മിക്ക മെയിൻ താരങ്ങളും സീരിയലിലൂടെ അല്ലെങ്കിൽ നാടകത്തിലൂടെ വന്നവരാണ്. പിന്നെ ഇവർ ഈ ഫീൽഡുകള്, ഇത് സീരിയൽ താരം, ഇത് നാടക താരം, ഇത് അതെന്തിനങ്ങനെ വേർതിരിച്ച് കാണുന്നെന്ന് എനിക്ക് മനസ്സിലാകും. കാര്യം ഈ സിനിമ കാണുമ്പോൾ ഇതിനകത്ത് ഒരു എന്താ പാസിംഗ് ഷോട്ട് ചെയ്തിട്ടുള്ള ഒരാൾ പോലും അതിൻ്റെതായ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അഭിനയമല്ല, റിയാലിറ്റി എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ജനം സ്വീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോയ ഷോയിൽ കുറെ ഈ +2 ടൈപ്പ് കുട്ടികളുണ്ടായിരുന്നു. 10, 12, 20 പേരെ അടുപ്പിച്ചുണ്ടായിരുന്നു.
അത് ആ കൂടുതൽ എൻ്റെ മകനും ഉണ്ടായി. അപ്പം അവർ മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷം മാർക്കോയുടെ ഭയങ്കര ഫാനായിരുന്നു. പിന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടു? അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ മാമ ഞങ്ങൾ ചിരിച്ച് ഞങ്ങൾ ഊപ്പാട് വന്നു. പക്ഷെ ഈ കുട്ടികൾ ഈ സിനിമ സ്വീകരിക്കും, പക്ഷെ അങ്ങനെയുള്ള സിനിമ ഇറങ്ങണം. ഇത് ഈ ഒരു സിനിമ അതിനൊരു പ്രചോദനമാവട്ടെ എന്നാണ് ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാര്യം അവർക്ക് ഇഷ്ടം, കാര്യം കുറേ നേരം ചിരിച്ച് കളിച്ച് രസിച്ച് അവർ പോയി. അവർക്കത് ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആണ്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ആ സിനിമയെ കുറ്റം പറയുന്നതല്ല ഞാൻ. മാർക്ക് പോലുള്ള സിനിമയും വേണം, അല്ലെങ്കിൽ മറ്റുള്ള ഇതിലുള്ള വയലൻസ് സിനിമകളെല്ലാം വേണം. അതിന്റെ കൂട്ടത്തിൽ ആത്മസഭയെ പോലുള്ള കുറെ പടങ്ങളും കൂടെ ഇറങ്ങണമെന്നാണ് പറയുന്നത്. കാര്യം റിലാക്സ് ഉണ്ടാവണം. ഈ കുട്ടികളുടെ വയലൻസ് വരുന്നത് ഇങ്ങനെയുള്ള പടം കൊണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ചിലപ്പോൾ ഏറ്റെടുത്ത് കളയും. ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവർ അതിനെ അനുകരിക്കും. ഇല്ല സാർ, അങ്ങനല്ലേ ചെയ്യുന്നത് സാറിന് കുട്ടികൾ? അല്ലാതെ നമുക്ക് ഒരിക്കലും സിനിമ കണ്ട് ഒരുപാട് മോശമാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും സിനിമ കണ്ടിട്ട് ഒരാൾ അങ്ങനെ മോശമാവുമെന്ന് പറയുന്നത് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ചില രംഗങ്ങൾ ചിലപ്പോൾ അനുകരിച്ചു കളയും. വിജയരാഘവൻ സാർ പറഞ്ഞതാണ് ഏറ്റവും വലിയ വിജയരാഘവൻ സാർ പറഞ്ഞത്, എൻ്റെ കുട്ടി ഒരു തെറ്റ് ചെയ്ത അതിൻ്റെ കുറ്റക്കാരനാണ്. മക്കളെ നല്ലപോലെ അച്ഛനമ്മമാർ വളർത്തിയ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അതെന്തായാലും ജനങ്ങൾ ഇതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ള തെളിവാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് തന്നെ അറിയാം. തുടർന്നും ജനങ്ങൾ ഈ സിനിമ കാണണം. കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അച്ഛൻ എന്താണ്, അച്ഛൻ നഷ്ടപ്പെട്ടാൽ ഉള്ള നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മൾ അച്ഛനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സിനിമ ഉതകുന്നൊരു സിനിമയാണ്. അതിലുപരി നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പടം. നമ്മളെ ഓർത്ത് കളിയുന്ന അച്ഛൻ്റെ ആത്മാവ്. അതെ ഇതിൽ ഒരുപാട് അതെ അതുമല്ല, നമ്മളെ ഓർത്ത് കരയുന്ന അച്ഛൻ്റെ ആത്മാവെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈ ആത്മാവ് കരയുന്നത് കാണുമ്പോൾ ചിലത് ഈ ചില മക്കളുണ്ടല്ലോ, അച്ഛനെയൊക്കെ ഒരുപാട് ഹാർഷായിട്ട് അച്ഛനോടൊക്കെ പെരുമാറുന്ന അവർക്കൊക്കെ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കാൻ തോന്നും. അങ്ങനെയുള്ള കുറച്ച് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. എൻ്റെ പേര് അപർണ വിവേക്. എനിക്ക് ആത്മസഹോ എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. പക്ഷെ വളരെ സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം, ഞാൻ എന്നെ ഫസ്റ്റ് ടൈമാണ് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അതിന് അവസരം തന്ന ഗോപു ചേട്ടൻ്റെ അടുത്തും ആഷിൻ്റെ അടുത്തും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ക്യാരക്ടർ ശരിക്കും ഞാൻ ഈ 3ാമത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി എനിക്കും ചെയ്യാൻ പറ്റും. കോമഡി ചെയ്യുന്നത് അത്ര ഈസി അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. പക്ഷേ ശരിക്കും അരിസ്റ്റോ സുരേഷ് ചേട്ടനും നോബി ചേട്ടനും നെൽസൺ ചേട്ടനും ഇങ്ങനെ ഒരു വൻ ക്രൂവിൻ്റെ കൂടെ അവർക്കൊപ്പം നിന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് സത്യം ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതിലും ആൻഡ് അതിന് ജസ്റ്റിസ് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെയുള്ള, ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ കൊളീഗ്സ് ഒക്കെ സിനിമ കണ്ടു. എല്ലാ പേർക്കും, അതിപ്പോ എന്റെ മാത്രമല്ല, ഹോൾ മൂവിയിലെ ഓരോ സീൻസും പറഞ്ഞിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഇതൊരു ചെറിയ സിനിമ എന്ന് നമ്മൾ മേ ബി ബഡ്ജറ്റ് കൊണ്ട് എന്തിന്റെ പേരാണെങ്കിലും, പക്ഷെ ഒരിക്കലും അല്ല, ഇതൊരു വൻ സിനിമയ്ക്ക് ഒപ്പം നിൽക്കാൻ പറ്റുന്ന അത്രയും വാല്യൂസ് ഉള്ളൊരു സിനിമയാണ്. സീരിയസ്ലി, അത് ഒരിക്കലും ഞാൻ അതിലൊരു പാർട്ട് ആയതുകൊണ്ട് പറയണമല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ പറയുന്നുണ്ട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു, കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു. സിനിമയിൽ ഒരിക്കലും സിനിമ മാത്രമല്ല, നമ്മൾ പണ്ടുള്ളവർ പറയും പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമ്മൾ മോശമാവുന്നതല്ല, വീട്ടിലിരുന്നാലും മോശമാവേണ്ട ആൾ മോശമാവും. സോ അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ ഒരു ഇൻഡസ്ട്രീനെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി കുട്ടികളുടേതാണെങ്കിൽ ഈ സിനിമ കാണിക്കണം. അതായത് വയലൻസും അടിയും ബഹളവും ഒന്നും അല്ല, നമ്മുടെ ഫാമിലി എന്താണ്, ഈവൻ പൊളിറ്റിക്സിൽ പോലും ഒരു എന്താ പറയാ, ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം, അത് ആൾക്കാർ എങ്ങനെയായിരിക്കും ആ നേതാവിനെ മുന്നോട്ട്, ഈവൻ ആഫ്റ്റർ ഡെത്ത് അയാളെ, നമുക്ക് എക്സാമ്പിൾ കുറേ ഉണ്ടാവും നേതാക്കൾ. സോ അത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഡെഫിനറ്റ്ലി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഫുൾ ചിരിച്ചുകൊണ്ടായിരിക്കും നമ്മളിത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സീരിയസ് ആയിട്ടുള്ള ഒരു മൂവി അല്ല. നമ്മൾ എൻജോയ് ചെയ്ത്, പക്ഷെ അതിൽ ഓരോ കാര്യങ്ങൾ, ഫാമിലിന്റെ വാല്യൂ, പൊളിറ്റിക്കലി ഉള്ള വാല്യൂ, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം എല്ലാം, ഈവൻ റൊമാൻസ് പോലും അല്ലെങ്കിൽ സ്നേഹം പോലും, അതുവരെ നമ്മൾ ഇതിൽ ആത്മാർത്ഥമായിട്ട് ആത്മസഹോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചെറിയ വലിയ സിനിമയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പോയി കാണണം.
താങ്ക് യു. പറഞ്ഞ അതുപോലെ തന്നെ അതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് എങ്ങനായിരിക്കണം അതെ എന്നുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് സഖാവ് എങ്ങനായിരിക്കണം, അതാണ് രാഘവേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അതെ, ഒരു പൊളിറ്റിക്കൽ ലീഡർ. അതെ അതെ അതെ, അത് എല്ലാരും അങ്ങനെ ആയിരുന്നെങ്കിൽ നാട് നന്നായി, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അത് ആരെയും മോശമായിട്ട്, വേറൊരാളെ മോശമായിട്ട് എന്നുള്ളതല്ല, പക്ഷെ ജനറലി നമ്മൾ നാടിനെ സേവിക്കാൻ എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ഒരാള് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി വാല്യൂസ്, ഡെഫിനറ്റ്ലി സഹോദരങ്ങൾ തമ്മിലുള്ള ബോണ്ട്, സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ടുള്ള ബോണ്ട്, അതിൽ സീരിയസ്ലി അതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു പാർട്ട്ണറിന്റെ അടുത്ത് നമ്മൾ എത്രത്തോളം സ്നേഹമുള്ളതായിരിക്കണം, ഏതൊക്കെ നമ്മുടെ ഡൗൺ ഫേസിൽ പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്നവരായിട്ടായിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു വൻ സിനിമയാണ്. ഇതൊരിക്കലും ഒരു ചെറിയ സിനിമയായിട്ട് ആരും കാണണ്ട, എല്ലാവരും പോയി കാണണം. എന്റെ അഭിപ്രായം ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ശരിവെക്കും എന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു. ഞാനൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം ഒരുപക്ഷെ ഇത് കാണുന്നവർക്ക് എൻ്റെ ക്യാരക്ടർ ചെറുതായിട്ട് തോന്നുമെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു ബിഗ് ക്യാരക്ടറാണ് നമ്മുടെ ഡയറക്ടർ സാറും പ്രൊഡ്യൂസർ മാം പറഞ്ഞത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് താങ്കിനെ അറിയിക്കുകയാണ്. അപ്പൊ അവൻ ചേച്ചി പറഞ്ഞ അതൊരു ചെറിയ സിനിമയല്ല. അപ്പൊ നമുക്ക് തന്നെ കാണും, ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഭയങ്കര ഫാൻഡമായിട്ടുള്ള ഫിലിം ആയിരുന്നുണ്ടെങ്കിൽ ഈ മീഡിയാസ് ഇത്രയും പേരല്ല ഇവിടെ നിൽക്കേണ്ടത്. ഇത് കവറിന് അപ്പുറത്ത് ഒരുപാട് മീഡിയാസ് ഇവിടെ ഉണ്ടായിരുന്നേന്. പക്ഷേ ഈ പോസ്റ്റർ കണ്ടിട്ട് ആ ഒരു സിനിമ എത്താൻ നിൽക്കരുതാണ് എന്റെ അഭിപ്രായം. ഇതൊരു കോമഡി ഫുൾ ത്രോട്ട് പോകുന്ന ഫിലിമാണ്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എല്ലാ ഇമോഷൻസും ഒരുപോലെ കണക്ട് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളുടെ ഈ കൊച്ചു വലിയ സിനിമ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കാണുക, വിജയിപ്പിക്കുക. ഓരോ ആർട്ടിസ്റ്റുകളും ഇതിൽ അഭിനയിച്ചിരിക്കുന്നവര് എല്ലാവരും ഒരു രജിസ്റ്റർ റോൾ കൊടുത്തപ്പോൾ ഈവൻ എല്ലാ ഡയറക്ടേഴ്സും ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്രയും രജിസ്റ്റർ റോൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഡയറക്ടർ സാർ അങ്ങനെയല്ല, എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന രീതിക്കാണ് ഫുൾ ത്രോട്ട് ഫിലിം കൊടുത്തേക്കുന്നത്. അതിൽ ഒരുപാട് താങ്ക്സ് ആണ് ചേട്ടന്. സോ എല്ലാവരും നമ്മുടെ ഫിലിം കാണുക, സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്ന കലാകാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ചേട്ടൻ ന്യൂ കമ്മർ ഡയറക്ടറാണ്. സോ അത് മുൻനിർത്തി ഒരുപാട് പേര് നെഗറ്റീവ്സ് മീൻസ് അടിക്കുന്നുണ്ട്. ഫിലിംസ് ഇപ്പം കാണണമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോഴത്തേന് അവർ പറയുന്നുണ്ടോ ഇത് ചെറിയ സിനിമയിലും പുതിയ ഡയറക്ടറിലെ ആ ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും മെയിൻലി ഉള്ളത്. കാര്യം ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഫാൻഡമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഈ മാർക്കോ പോലുള്ള കുത്ത് കൊല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഇതുപോലുള്ള ഒരു നല്ല സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഞാൻ പറയാം, നമ്മുടെ ഫിലിം എന്തായാലും കാണുക, എന്തായാലും ബോറടിക്കൂല. ഫുൾ ത്രോട്ട് കോമഡി, എല്ലാ ഇമോഷൻസും വന്നിട്ടുണ്ട്. സോ മാക്സിമം വാച്ച് ചെയ്യുക. താങ്ക് യു. എല്ലാവരും സംസാരിച്ച പോലെ ഇതൊരു കൊച്ചു വലിയ അങ്ങനെയല്ല, ഇതൊരു വലിയ സിനിമ തന്നെയാണ്. കാരണം മീഡിയാസിന് തന്ന ആ പ്രസ് റിലീസ് തന്നെ നോക്കിയാൽ മതി. അതിൽ രഞ്ജി പണിക്കർ, സുധീർ കരമന, നോബി, നെൽസൺ, ചന്തുനാഥ്, സിനോജ് വർഗീസ്, ജയകുമാർ, വിനോദ് കോവൂർ, ശ്രീകുമാർ, അതായത് ഹ്യൂമർ അതിൻ്റെ അങ്ങേയറ്റ പെർഫെക്ഷനിൽ ചെയ്യാൻ കഴിവുള്ള മലയാള സിനിമയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓൾമോസ്റ്റ് ആർട്ടിസ്റ്റുകളും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സിനിമയാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹമൊക്കെ ചെയ്ത് മ്യൂസിക് ചെയ്ത റോണി റാഫേലാണ്. അപ്പൊ അങ്ങനെ എല്ലാ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ക്യാമറ ഗൗതം ലെനിൻ, എല്ലാ സെക്ടേഴ്സിലും ഹൈലി ടാലന്റഡും ഹൈലി വാല്യൂ ഉള്ള ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളുമാണ്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. രഞ്ജി പണിക്കർ സാർ ഒരു നല്ല ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതയുള്ള അഭിനയം കൊണ്ട് ആത്മാവാണ് എങ്കിൽ പോലും അല്ലേ ആ ക്യാരക്ടറിനെ അദ്ദേഹം വളരെ മികവുറ്റാക്കിയിരിക്കും. അപ്പോൾ രഞ്ജി പണിക്കർ സാറ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം ശരി പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആത്മാവും അത് ചടങ്ങുകളും മരണാനന്തര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ നടക്കുന്ന സംഭവം സമൂഹത്തിൽ എവിടെയും കാണുന്നു. എപ്പോഴും നമ്മുടെ വായിൽ നിന്നൊരു അറിയാതൊരു വാക്ക് വീണ് പോയി കഴിഞ്ഞാൽ അത് അതിൽ പിടിച്ചു തൂങ്ങുന്ന കടിച്ചു തൂങ്ങുന്ന ആൾക്കാരാണ് നമ്മുടെ കുടുംബക്കാരും സഹപ്രവർത്തകരും എല്ലാം. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അബദ്ധവശാൽ ഒരു വാക്ക് വീണു പോകുമ്പായിരുന്നു. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു സംഭവം പൊളിഞ്ഞു പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇത് വേറൊന്നല്ലേ, നമ്മുടെയൊക്കെ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊരു ആള് ഞാനാണോ, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അതിഭാവത്വം ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. പക്ഷെ റിയൽ സംഭവം, നമ്മളൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ്
അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, അവർ നമ്മുടെ അടുത്ത് പ്രതികരിക്കുന്നത് എന്താണ്, അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്, അതൊക്കെ റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് ശരിക്കും നർമ്മത്തിൽ ചാലിച്ചാണ് ഞങ്ങളത് അതെ. കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി കൂടുതലായിട്ടുള്ള കുഴച്ചെടുക്കും ശരിക്കും. പക്ഷെ അതിനകത്ത് ചെറിയൊരു മേമ്പൊടിയായിട്ട് സങ്കടം കൂടെ ചേർത്തിട്ടുണ്ട്. അതെ, കുറച്ച് സങ്കടവും ചേർത്തിട്ടുണ്ട്. സങ്കടം ചേർക്കേണ്ട കാര്യം, ഇത് ഒരു ഗ്യാരണ്ടി ഞങ്ങൾ തരാം. അച്ഛൻ, അമ്മ, മക്കൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ മക്കളെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും, മക്കൾക്ക് അച്ഛനെ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും. ആ ഒരു അടുപ്പം ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു ശരിക്കും. അങ്ങനൊരു പക്ഷെ ഇത് ഈ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ ഏറ്റെടുക്കുന്നതിന് തുല്യമല്ല അച്ഛനമ്മമാരെ അവർ ഏറ്റെടുത്തു എന്ന് എനിക്ക് പറയാൻ കഴിയും. അങ്ങനെയാണ് അതിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഗോപിച്ചേട്ടനും പിന്നെ മാഡവും അശ്വിനും ഇവരുടെ എഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇന്ന് വരെ ഫിലിം ഫീൽഡ് കാണാത്ത എഫർട്ടാണ് അവരെടുത്തേക്കുന്നത്. ഭാര്യയ്ക്ക് സാധാരണ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഭാര്യ ഭർത്താവിലേക്ക് അടിച്ചു പിടിച്ചൊക്കെ പോകത്തില്ലേ, ഉറപ്പായിട്ട് നടക്കുന്ന സംഭവമാണ് ഇത്. രണ്ടുപേരും എന്താ പരമേശ്വരനെയും പാർവതിയെയും പോലെ എന്ത് വന്നാലും കൂടെയുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ വർക്ക്. അതാണ് ഏറ്റവും വലിയ, അതൊന്നും അത് കൈയ്യടി കൊടുത്തേ പറ്റുമോ. കാര്യം അത്രയ്ക്ക് അത് ആ അനുഭവത്തിനാണ്, ഞാൻ കണ്ടു പഠിച്ചതാണ്. ഓക്കെ, എന്തായാലും ഇത്രയും നേരം സഹകരിച്ച എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ്. എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.